ശരിക്കും മസ്റ്റ് ട്രൈ ഐറ്റം പറയില്ലേ, അതുപോലെ ഒരു ഐറ്റം കേട്ടോ ഇത്. പൊട്ടറ്റോ വെച്ച് ഇത്രയും ടേസ്റ്റിൽ, അതും വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 2 ഗ്രാമ്പും ഒരു ഏലക്കയും ഒരു ചെറിയ കഷ്ണം 2 പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരഞ്ഞതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഒരു ബ്രൗൺ നിറത്തിലേക്കൊക്കെ എത്തണം കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം പെട്ടെന്നങ്ങ് വഴണ്ടി കിട്ടും കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതുവരെയൊക്കെ മതിയാവും കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് ആയി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴത്തേനും ഇതിൻ്റെ പച്ചമണമൊക്കെ അങ്ങ് മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം കേട്ടോ. തക്കാളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വളരെ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ. ഇപ്പം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമൊക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. ഇത് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്താൽ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇത്തിരി ആ മസാലയ്ക്ക് ഒന്ന് വെന്ത് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് അല്പം ഒന്ന് മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തരണം കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാര്യം നമ്മൾ പൊട്ടറ്റോയൊക്കെ ഉപ്പൊന്നും ചേർക്കാതെ വേവിച്ചെടുത്ത് വെച്ചേക്കുന്നത്. അപ്പം അതിലേക്കും കൂടെ പിടിക്കണം. അതിനാവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തതാണ്. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നാട്ടെ മസാലയൊക്കെ നല്ല പോലെ തിളച്ച് ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് 3 പൊട്ടറ്റോ പുഴുങ്ങി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാട്ടോ. ഇതും കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. മിക്സാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ബലമൊന്നും കൊടുത്ത് മിക്സ് ആക്കരുത് കേട്ടോ. ഇതങ്ങ് വല്ലാണ്ട് അങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. നമുക്കിതങ്ങനെ പൊടിയാണ്ട് കിട്ടണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ശരിക്കും ഇത് നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ. എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വേറെ കറികളൊന്നും വേണ്ട. അപ്പോൾ ഇതിനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കിനും ആ പൊട്ടറ്റോയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അതെ, നമ്മുടെ പൊട്ടറ്റോ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ഇട്ട് കൊടുക്കാം. ഈ കസൂരി മേത്തി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ, നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങും. അപ്പം നമ്മുടെ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ.